എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കുറേ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പിയാണ്, അതായത് കോൾഡ് കോഫി. അപ്പോൾ എല്ലാ റെസിപ്പിക്കും അതിൻ്റെതായ സമയമുണ്ട്, ഒരു ജാതകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലേ? അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സന്തോഷമാവും. കാരണം പല രീതിയിൽ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ പറ്റും. അതായത് ഐസ്ക്രീം ചേർത്തുണ്ടാക്കാം, വിപ്പിംഗ് ക്രീം ചേർത്തുണ്ടാക്കാം. പക്ഷേ ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു കോൾഡ് കോഫിയാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി മുതൽ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയ്ക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൾഡ് കോഫി. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഷെയർ ആണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പല വീഡിയോസും ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പീസ് ഇടാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒരു ഞാൻ ഇട്ടിട്ട് എന്ത് കാര്യം, നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്നാണ് പോർച്ചുഗൽ ട്രിപ്പിന് പോകുന്നതെന്ന്. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. കാരണം മോനെ അവയ്ക്ക് 10th ബ്രിഡ്ജ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പിള്ളേരെ എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് ഇപ്രാവശ്യം പോകുന്നില്ല. അപ്പോൾ വേറെ ദിവസം നമുക്ക് പോവാം. അതുപോലെ തന്നെ 1-ാം തീയതി തൊട്ടിട്ട് പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. നന്ദു 4ലേക്ക് ആവാണ്, നാവി 10ലേക്ക് ആയി. അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള സമയം ടേസ്റ്റി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൾഡ് കോഫി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് കോഫി പൗഡറാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലോട്ടിട്ട് ഉപയോഗിക്കാം. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഇല്ല, സാധാരണ രീതിയിലുള്ള ലൂസ് ആയിട്ടുള്ള കോഫി പൗഡർ ആണ് ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളത്തിലോട്ട് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിന്നെ ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിലോട്ട് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാര. പഞ്ചസാര പൊടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഞ്ചസാരയുടെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും മാറ്റം വരുത്തണം. ഞാനിപ്പോൾ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാച്ചിയ പാലാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.25 ഗ്ലാസ് പാലെടുത്തിട്ട് നന്നായി തിളപ്പിച്ചു. ആ ഒരു 1/4 ഗ്ലാസോളം പാല് വറ്റിച്ചു. അപ്പോൾ ഇച്ചിരി നല്ല തിക്കായിട്ടുള്ള ഫുൾ ഫാറ്റ് മിൽക്കാണത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അതായത് ഇതിൽ നിന്നും പാടയൊന്നും മാറ്റാത്ത നല്ല കട്ടിയുള്ള പാല്. അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നല്ല പതഞ്ഞ് വരും നമ്മൾ ഇതേപോലെ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ സ്കിംഡ് മിൽക്ക്, അതായത് ഫാറ്റൊന്നും ഇല്ലാത്ത ഇതിൽ നിന്ന് പാടയൊക്കെ മാറ്റിയിട്ടുള്ള തിന്നായിട്ടുള്ള പാല് വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് പത വരില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് വിപ്ഡ് ക്രീമോ അതല്ലാന്നിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമോ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല തിക്കായിട്ട് വരുള്ളൂ. അതേസമയം ഇതേപോലെ നല്ല കട്ടിയുള്ള പാലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ വിപ്പ് ക്രീമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ സാധാരണ പാല് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം, അതായത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. നല്ല തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത പാലാണ് കേട്ടോ അത്. അപ്പോൾ തണുത്ത പാൽ ഉപയോഗിക്കണം പ്രത്യേകിച്ചും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുമ്പോഴേക്കും പാല് നല്ലതായിട്ട് തണുത്തോളും. ഐസ് കട്ട ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ വേറൊരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ആണെങ്കിലും ഈ വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 ടീസ്പൂൺ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം അത് ഐസ് ട്രേയിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഐസ് ക്യൂബ്സിന് പകരമായിട്ട് കോഫിയുടെ ക്യൂബ്സ് ഇട്ടാലും മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. വലിയ ജാർ എടുത്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ടാവും. നമ്മൾ പിന്നെ കോഫി ഉണ്ടാക്കുമ്പോൾ ഒരു കോഫി അറ്റ് എ ടൈം ഉണ്ടാക്കുക, അല്ലാതെ ഒരുപാട് ഒരുമിച്ച് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഉള്ള കാരണം മേലേക്കുള്ള സ്പേസിൽ അടിഞ്ഞ് നല്ല സ്പീഡിൽ അടിക്കുമ്പോൾ നല്ല പത വരും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. മാത്രമല്ല പുറത്തേക്ക് പോകാനുള്ള ചാൻസും കുറവാണ്. ഒരു സമയത്ത് ഒരു കോഫി ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലോട്ട് ഒരു 4 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് പൊട്ടിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കിപ്പോൾ പൊട്ടിച്ച് ഞാൻ ഇടുന്നില്ല. അപ്പോൾ 4 ക്യൂബ് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഇടുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര നിശ്ചയിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഐസ് ക്യൂബും ഈ പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലോട്ട് വെച്ച് കൊടുക്കുക. ഹൈ സ്പീഡിലങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐസും
പഞ്ചസാര നന്നായി അടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി പൗഡർ അല്ലെങ്കിൽ തണുത്ത ആ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ കോഫിയുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കടുപ്പനുസരിച്ച് മാറ്റം വരുത്തും. ഇപ്പോൾ നമ്മൾ ചായയിൽ ചിലവർക്ക് വളരെ കടുപ്പം കുറഞ്ഞ ചായയിൽ ഇഷ്ടം, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള താല്പര്യം അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ലൊരു കളർ കിട്ടുള്ളൂ, ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ സാധാരണ കോഫി അധികം കുടിക്കാത്ത ഒരാളാണ്. അപ്പോൾ 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നല്ല തണുത്ത, ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഫാറ്റ് മിൽക്ക്, തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് അടച്ച് ഫുൾ സ്പീഡിൽ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഐസ്ക്രീം ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ആണെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീം ഒന്നും ചേർക്കാത്ത ഐസ്ഡ് കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹൈ സ്പീഡിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1 മിനിറ്റോളം ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ നിന്ന് എടുക്കാം. ഇത് കണ്ടോ, നല്ല പതയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പത ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ പത അങ്ങനെ കുറേ നേരം നിൽക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ലെയർ ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ ലെയർ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ഇതേ ജാറോട് കൂടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഏത് ഗ്ലാസ്സിലോട്ടാണ് ഒഴിക്കാൻ പോകുന്നത് ആ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇതാ ഞാൻ 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ജാറ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം കണ്ട, ഈ കോഫി തനിയെ ഇവിടെ വേറെ ലെയറായിട്ടും മേലെ ഈ പത വേറെ ലെയറായിട്ടും കിടക്കുന്നുണ്ട് അല്ലേ. പെട്ടെന്ന് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത്. കോൾഡ് കോഫി എന്ന് പറയുമ്പോൾ ശരിക്കും പത വേണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാലും പത വരും. ഇപ്പോൾ ഇത് ഐസ്ക്രീം ഒന്നും ഇല്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സൂത്രപ്പണി പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തന്നെ വിശ്വാസം തോന്നില്ല, അത്രയും പത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറെ തരത്തിലുള്ള ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് സിറപ്പ് നമ്മുടെ ഗ്ലാസ്സിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് അതിലോട്ടൊക്കെ ഒഴിക്കുന്നത്. പക്ഷേ എല്ലാവരും സാധാരണക്കാരുടെ വീട്ടിലൊന്നും ഈ ചോക്ലേറ്റ് സിറപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് സിറപ്പിൻ്റെ ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തോളൂ കേട്ടോ. ഉള്ളവർ, ഇല്ലാത്തവർ ചെയ്യണ്ട. പിന്നെ അതുപോലെ തന്നെ മേലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നവരുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പൊന്നും ഒഴിക്കുന്നില്ല. വെറുതെ ഒരു ഭംഗിക്ക് ഒരല്പം മാത്രം കോഫിയുടെ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഏത് ഗ്ലാസ്സിലോട്ടാണോ ഒഴിക്കേണ്ടത് ആ ഗ്ലാസ് എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം താഴത്തെ ലെയറിൽ കോഫി ഒഴിക്കുക. അതിനുശേഷം നമുക്കൊരു സ്പൂണിൻ്റെ സഹായത്തോടു കൂടി ഈ പത അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഐസ്ക്രീമോ അല്ലെങ്കിൽ വിപ്പ് ക്രീമോ പോലെ ഇല്ലേ, ഒന്നും ചെയ്യാത്ത നമ്മളെ സാധാരണ പാലിൽ ആണ് ഇങ്ങനത്തെ ഇത്രയും പത കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നന്നായി തിളപ്പിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. 1.25 ഗ്ലാസ് പാല് നന്നായി തിളപ്പിച്ച് എടുക്കണം കേട്ടോ. കണ്ടോ, ഐസ്ക്രീം തോറ്റു പോയില്ലേ, അത്രയ്ക്കും പത വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്ര ഈസിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പതയോട് കൂടിയിട്ടുള്ള കോൾഡ് കോഫി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ ഞാൻ അല്പം മാത്രം കോഫി പൗഡർ ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാനൊന്ന് പൊടിച്ചതാണ് കോഫി പൗഡർ. നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ് സിറപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഐസ്ക്രീം ഇല്ല അല്ലെങ്കിൽ വിപ്പ് ക്രീം ഇല്ല എന്ന് പറഞ്ഞാൽ പരാതിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം അവരുടെ അപ്രീസിയേഷൻ വാങ്ങിക്കുക. അപ്പോൾ വീണ ചേച്ചീനെ ഓർക്കുക അല്ലേ. നിങ്ങൾ ഓർക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കോൾഡ് കോഫി. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തണുപ്പ് കഴിക്കാൻ പാടില്ലാത്തതാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യാം. അടിപൊളി. ആ കറക്റ്റ് 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് കടുപ്പാണ് കേട്ടോ. പിന്നെ മാത്രമല്ല മധുരവും കറക്റ്റായിട്ട് എൻ്റെ 2 ടേബിൾ സ്പൂൺ എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ വാരീസ്. നിങ്ങൾക്ക് ഇഷ്ടമനത്തിനനുസരിച്ച് കടുപ്പവും അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവും മാറ്റം വരുത്തണം. എന്തായാലും സംഭവം കിടുക്കിയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി ഐസ്ക്രീമും അതേപോലെ വിപ്പ് ക്രീമും ഒന്നും ചേർക്കാതെ അതേസമയം അതുപോലെ ഇരിക്കുന്ന കോൾഡ് കോഫി വീഡിയോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തു, ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താ, ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.
എന്താ ഇവിടെ തണുപ്പ്, ഭയങ്കര ഫോഗ് കണ്ട, ഫോഗാണ്, ഭയങ്കര ഫോഗാണല്ലോ പ്രവീൺ. പതുക്കെ ഓടിക്കാൻ പാടുള്ളൂ, പതുക്കെ ഡ്രൈവറുകൾ വണ്ടി ഓടിക്കുള്ളൂ കേട്ടാ. പിന്നെ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. Yeah, very slow. Because it's like nobody uses it. എല്ലാ സമയത്തും ഫ്രീ ടൈമിലൊക്കെ സ്നോമാനെ വരയ്ക്കില്ല നിന്റെ ജോലി?